ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പന്തക്കുസ്ത തിരുനാളിന് വേണ്ടിയുള്ള നമ്മുടെ തീവ്രമായ ഒരുക്കം നമ്മൾ തുടരുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടിയുള്ളൂ. 24-ാം തീയതി എന്ന് പറഞ്ഞ് പെട്ടെന്ന് വരും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ഈ വർഷത്തെ പന്തക്കുസ്ത നമുക്ക് എല്ലാവർക്കും വലിയ അനുഭവമാകാൻ. ഇനി ഈ സന്ദേശമൊക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തും അവരെയും ഈ ഒരുക്കത്തിലേക്ക് ക്ഷണിക്കുന്നത് നല്ലതാണ്. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ പോലും നമുക്ക് ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അതുകൊണ്ട് വരും ദിവസങ്ങളൊക്കെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ വർഷത്തെ പന്തക്കുസ്ത നമുക്കും ലോകം മുഴുവനും വലിയ അനുഗ്രഹമായി മാറുവാൻ നമ്മൾ വിചിന്തനം ചെയ്യുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അസാധ്യമായത് സാധ്യമാവുക. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവ സാധ്യമാക്കും. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് നമ്മൾ കാണുന്ന യൂദാ തദ്ദേവൂസ്, അദ്ദേഹത്തിന് വലിയ ഡിമാൻഡുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നതും ദൈവം സാധ്യമാക്കി തരിക. അതിന് ഏറ്റവും നല്ല ഒരു മാർഗം പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏതാനും വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചില കമൻറ്റ് കേട്ടിട്ടുണ്ട്. ചില വ്യക്തികളുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നേ. വേറെ ചിലർ, എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. മറ്റേ ചിലർ അതിനുപരിയായിട്ട് പോകും. എന്നിട്ട് പറയും, ഞാൻ ജീവിച്ചിട്ട് പോലും വലിയ കാര്യമൊന്നുമില്ല. എന്താ, ചില കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള ആ ചിന്ത അവരുടെ മനസ്സിനെ ബാധിച്ചിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ. ഇതേ വ്യക്തികളോട്, ഇതൊക്കെ പറഞ്ഞ വ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചോ? എന്തുമാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചു? ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ആവശ്യത്തിനൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. എന്നിട്ടാണ് ഇങ്ങനത്തെ കമൻറ്റ് പറയുക, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമാണ് അസാധ്യമെന്ന് നമുക്ക് തോന്നുന്നവ ദൈവം സാധ്യമാക്കും. ആദ്യമായിട്ട് തന്നെ നമുക്കൊരു 3 വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. ലൂക്കാ 18:27. മനുഷ്യർക്ക് അസാധ്യമായവ ദൈവത്തിന് സാധ്യമാണ്. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ, ദൈവകൃപയുടെ നിറവ് നമുക്കുണ്ടെങ്കിൽ ഇവ സാധ്യമാകും. അതില്ലാതെ അസാധ്യമെന്ന് നമുക്ക് തോന്നുന്നവ ആ കൃപ ലഭിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് കൂടെ വരുമ്പോൾ കാര്യങ്ങൾ സാധ്യമാകും. മർക്കോസ് 9:23. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. വിശ്വാസമില്ലാത്തവർക്ക്, ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കാത്തവർക്ക് അസാധ്യമെന്ന് തോന്നുന്നവ വിശ്വസിക്കുന്നവർക്ക് സാധ്യമാകും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. മത്തായി 18:19 വായിക്കുമ്പോഴോ, ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. ഇത് വലിയൊരു വാഗ്ദാനമാണ്. ഈ വചനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്താൽ നമ്മളെപ്പോഴെങ്കിലും ഈ വ്യക്തികൾ കമൻറ്റ് ചെയ്തതുപോലെ കമൻറ്റ് ചെയ്യേണ്ടി വരുമോ? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല, ഇങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കേണ്ടി പോലും വരില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യം. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, അസാധ്യമായവ സാധ്യമാക്കും പരിശുദ്ധാത്മാവ് എന്ന സന്ദേശം വചനത്തിലുണ്ട്. നമുക്ക് അസാധ്യമായവ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സാധ്യമാവും. യോഹന്നാൻ 16:12 എടുക്കുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യം, എനിക്കിനിയും വളരെയേറെ കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്, പക്ഷെ അതൊന്ന് എടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റില്ല. എപ്പോൾ പറ്റും? സഹായകൻ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അതെടുക്കാനുള്ള ഒരു കൃപ, ഒരു കഴിവ് അപ്പോൾ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അസാധ്യമായത് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ സാധ്യമാകും എന്നുള്ളതല്ലേ അതിൻ്റെ സന്ദേശം. ലൂക്കാ 1-ാം അധ്യായം 34-35 വചനങ്ങൾ എടുക്കുമ്പോൾ മറിയം ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സാധിക്കും? ഇതെങ്ങനെ നടക്കും? ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റും? അതിന് മറുപടിയായിട്ട് ദൂതൻ പറഞ്ഞൊരു കാര്യം, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, അപ്പോൾ ഇത് സാധ്യമാകും. ആ ശക്തി ഇല്ലെങ്കിലോ, ആ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിലോ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, കർത്താവ് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങുമ്പോൾ എല്ലാം സാധ്യമാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 4-ാമത്തെ വചനവും ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്, ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുന്നത് വരെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ചിട്ടേ പോകാവൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥന, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിലൂടെ നമുക്ക് നടത്താൻ പറ്റുന്ന പ്രാർത്ഥന സകലതും സാധ്യമാക്കും. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറഞ്ഞത്, പ്രാർത്ഥന അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കും, ദുഷ്കരമായ കാര്യങ്ങൾ എളുപ്പമാക്കും, പാപത്തിൽ വീഴുന്നത് അസാധ്യമാക്കും. അപ്പം ഇതിനെല്ലാം പ്രാർത്ഥന വേണം,
പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായി അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ ഒരു തീരുമാനമായിട്ട് പെന്തക്കോസ്ത് അഭിഷേകം നമുക്ക് ഒരു വലിയ അനുഗ്രഹമായി മാറേണ്ടതിന് ഓരോ ദിവസവും നമ്മൾ ഓരോ തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോവുകയാണ്. അഹങ്കാരം വെടിഞ്ഞ് ദൈവാശ്രയത്വമുള്ളവരാകാൻ, തന്നിഷ്ടം വിട്ടിട്ട് ദൈവേഷ്ടം അന്വേഷിക്കുന്നവരായി മാറുവാൻ നമുക്ക് തീരുമാനമെടുത്തുകൊണ്ട് നൊവേനയിൽ പങ്കുചേർന്ന് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയുള്ള ആ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേർന്ന് അനുഗ്രഹീതരാകാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ വർഷത്തെ പെന്തക്കോസ്ത് തിരുനാൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ലോകം മുഴുവനും വലിയൊരു അനുഗ്രഹമാക്കണമേ. മനുഷ്യർക്ക് അസാധ്യമായവ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. സകലതും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളോടൊപ്പം തിരുസഭയെയും ലോകം മുഴുവനെയും നവീകരിക്കണമേ. തണുത്തുപോയ ഞങ്ങളുടെ അഭിഷേകത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും മനസ്സിനെ ബലപ്പെടുത്തുകയും ആത്മീയ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. വിവേകത്താലും ജ്ഞാനത്താലും ഞങ്ങളെ പൂരിതരാക്കണമേ. പാപരഹിത ജീവിതം നയിച്ച് സ്വർഗത്തിന് അർഹരാകുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ലോകം മുഴുവനിലും ശാശ്വത ശാന്തിയും സമാധാനവും സ്നേഹവും ഐക്യവും അങ്ങ് സ്ഥാപിക്കണമേ. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഭിഷേകം ആത്മീയ ജ്വലനം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ആത്മാവിനാൽ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റി തരികയും ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി പെന്തക്കോസ്ത് തിരുനാളിനായിട്ട് ഒരുങ്ങാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.